നമുക്ക് ഇനി എക്സാമിന് വേണ്ടി നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോഷി-റൈമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കോഷി-റൈമാൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതെന്താണ് അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കോഷി-റൈമാൻ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് f(z) = u(x, y) + i × v(x, y) എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഫോമാണ്. അപ്പോൾ ആ ഒരു കോംപ്ലക്സ് നമ്പർ f(z) എന്ന് പറയുന്നത് അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ∂u/∂x = ∂v/∂y അതേപോലെ തന്നെ ∂u/∂y = -∂v/∂x ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ അനലിറ്റിക് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f(z) എന്ന് പറയുന്ന ഫംഗ്ഷൻ z² + z ഈസ് അനലിറ്റിക് ഫോർ ഓൾ z. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് f(z) എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അനലിറ്റിക് ആകണമെങ്കിൽ നമ്മുടെ കോഷി-റൈമാൻ്റെ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അനലിറ്റിക് അല്ലാതെ വരും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് f(z) z² + z എന്ന ഇസഡിൻ്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ശരിക്കും f(z) എന്ന് പറയുന്നത് u(xy) + i × v(xy) ഫോമിലാണ് വേണ്ടത്. അതല്ലേ കിടക്കുന്നത്. അത് u എന്ന് പറയുന്ന എക്സിൻ്റെ വൈയുടെ ടേംസിലും v എന്ന് എക്സിൻ്റെ വൈയുടെ ടേംസിലാണ് വേണ്ടത്. നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് കോംപ്ലക്സ് നമ്പർ z എന്ന് പറയുന്നത് x + iy ഫോമാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് ഇസഡിന് എന്ത് കൊടുത്തു? x + iy കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ z² എന്ന് പറയുന്നത് എന്ത് വരും? x + iy² എന്ന് വരും. അപ്പോൾ a + b (² എന്ന് പറഞ്ഞാൽ എന്ത് വരും? a² + 2ab + b² എന്ന് വരത്തില്ലേ? അതായത് x² + 2 × x × iy + iy² എന്ന് വരും. ഏത് a + b (² ഫോമിൽ നമ്മൾ ഇതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നോക്കിക്കേ, x² ഈ 2xy എഴുതി i × y (² എന്ന് പറഞ്ഞാൽ i² y². ഐയുടെ വാല്യൂ എന്താ? √(-1) അപ്പോൾ i² എന്തായിരിക്കും? √(-1) വരും. റൂട്ട് പോകും, -1 വരും. അതായത് -1 × y² എന്ന് വരും? -y² വരും. അതാണ് ഇവിടെ -y² വന്നത്. നമുക്കിനി f(z) എന്ന് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യനിൽ? z² + z z² കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു. x² + 2xy - y² + z എന്ന് പറയുന്നത് x + iy. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? i ഇല്ലാത്ത ആൾക്കാരെ ഒരുമിച്ചാക്കുക, i ഉള്ള ആൾക്കാരെ ഒരുമിച്ചാക്കുകയാണ് നമ്മൾ ഇനിയും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ i ഇല്ലാത്ത ആൾക്കാർ x² ഉണ്ട്, -y² ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. അപ്പോൾ എന്ത് വരും? x² - y² + x. പിന്നെ i ഉള്ള ആൾക്കാർ ഇതുമാണ്. അപ്പോൾ അതിനെ i പുറത്തെടുത്താൽ 2xy + y എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് എഴുതി. നമ്മുടെ f(z) എന്ന് പറയുന്നത് ഏത് ഫോമാണ്? അത് ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. u(xy) + i v(xy) ആണല്ലോ. ഈ ഫോമാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഈ f(z)ഉം ഈ f(z) കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ u(xy)യുടെ സ്ഥാനത്ത് വരുന്നത് ആരാണ്? ഈ പറയുന്ന x² - y² + x ആണ്. കണ്ടോ? ഇനി ഐയുടെ കൂടെ ഉള്ളതാ v(xy). ഇവിടെ ഐയുടെ കൂടെ ഉള്ളത് ആരാ? 2xy + y അല്ലേ? അതാണ് നമുക്ക് v(xy) എന്ന് പറയുന്നത് കിട്ടി. ഇനി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോഷി-റൈമാൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ∂u/∂x = ∂v/∂y ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ∂u/∂x കണ്ടുപിടിക്കുന്നു. അതായത് ∂u/∂x എന്ന് പറയുന്നത് x² - y² + x. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പം x² × 2x ആകും. -y² കോൺസ്റ്റൻ്റ് ആ ഡെറിവേറ്റീവ് 0 വരും. വിത്ത് റെസ്പെക്ട് ടു x ആയതുകൊണ്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. 2x + 1 എന്ന് കിട്ടും. ∂v/∂y എന്ത് വരും? ∂v എന്ന് പറയുന്നത് 2xy + y ആണ്.
അപ്പോൾ അതിനെ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് 2xy എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നതുകൊണ്ട് 2ഉം എക്സും കോൺസ്റ്റൻറ്റാണ്, പുറത്തെടുക്കാം. പിന്നെ വരുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ, അത് 1 അപ്പോൾ 2x × 1 2x വരും. പിന്നെ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ത് വരും, 1 + 1 കിട്ടും. രണ്ടും ഈക്വൽ ആണല്ലോ. അതേപോലെ ഒന്നും കൂടി ചെയ്യാനുണ്ട്. ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ എന്താ, ഡോ ബൈ ഡോ വൈ ഓഫ് യു എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് x² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആകും. മൈനസ് y² വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 2y വരും. പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നതുകൊണ്ട് എക്സ് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 വരും, മൈനസ് 2y എന്നാണ് കിട്ടുക. ഇനി ഡോ വി ബൈ ഡോ എക്സ് എന്താ വരിക, ഇത് കണ്ടുപിടിക്കണമല്ലോ. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് വി 2xy + y. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പം നമ്മുടെ 2xyൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക, പാർഷ്യൽ ഡെറിവേറ്റീവ്. നമ്മുടെ 2ഉം വൈയും കോൺസ്റ്റൻ്റാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം 2y എടുത്തു. പിന്നെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് 1 വരും, × 1 വരും, 2y എന്ന് വരും. പിന്നെ ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ ഡെറിവേറ്റീവാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ്, ഡെറിവേറ്റീവ് 0 + 0 എന്ന് വരും, അതായത് 2y കിട്ടും. ഇവിടെ നോക്കിക്കേ, ഡോ യു ബൈ ഡോ വൈ എന്താ കിട്ടിയേ, -2y ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് 2y ആണ് കിട്ടിയേക്കുന്നത്, അതായത് 2y. എന്നാൽ അതിൻ്റെ ഇപ്പുറത്തൊരു മൈനസ് ഉണ്ടല്ലോ, രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്നും ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് കിട്ടി. അതായത് കോഷി-റൈമാൻ ഇക്വേഷൻ, അതായത് CR ഇക്വേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അതിനർത്ഥം നമുക്ക് തന്നിരിക്കുന്ന f(z) എന്ന് പറയുന്നത് എന്താണ്, അനലിറ്റിക് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് f(z) ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് z ഈസ് നോവെയർ ഡിഫറൻഷ്യബിൾ. അപ്പം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന f(z) എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് z ആണ്, അത് ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് കാണിക്കേണ്ടത്. അതായത് നമുക്ക് ഒരു ഫങ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതെന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, അനലിറ്റിക് ആയിട്ടുള്ള ഫങ്ഷൻ എല്ലാം തന്നെ ഡിഫറൻഷ്യബിൾ ആണ്. എന്നാൽ കോൺവേഴ്സ് ശരിയല്ല, ഡിഫറൻഷ്യബിൾ ആയ എല്ലാ ഫങ്ഷനും അനലിറ്റിക് ആകണമെന്നില്ല. അനലിറ്റിക് ആയതൊക്കെ എന്താ, ഡിഫറൻഷ്യബിളാണ്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്താൽ മതി, അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓൾറെഡി CR ഇക്വേഷൻ, കോഷി-റൈമാൻ ഇക്വേഷൻ വെച്ചിട്ട് അനലിറ്റിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അനലിറ്റിക് ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും, അനലിറ്റിക് അല്ല എങ്കിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കത്തില്ല. സോ നമ്മുടെ ഫങ്ഷൻ f(z) റിയൽ പാർട്ട് ഓഫ് z ആണ്. z എന്ന് പറയുന്നത് x + iy ആണ്. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സും ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ ആരാണോ വരുന്നത് അതായിരിക്കും ഇമാജിനറി പാർട്ട്. ഇതാണ് ഇമാജിനറി പാർട്ട് y, ഇത് റിയൽ പാർട്ടും. അപ്പോൾ നമുക്കിവിടെ z x + iy ആണെങ്കിൽ f(z) എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് z ആണ്. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ f(x) എന്ന് പറയുന്നത് f(z) എന്ന് പറയുന്നത് എക്സ് ആണ് വരിക. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം f(z)ൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് u(xy) + iv(xy) ആണ്. അപ്പോൾ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, അതായത് u(xy) മാത്രമേ ഉള്ളൂ. അതായത് എക്സിനെ നമുക്ക് x + 0i എന്ന് കൊടുക്കാമല്ലോ. അപ്പം u എന്ന് പറയുന്നത് എക്സും v എന്ന് പറയുന്നത് ഇവിടെ എന്താ, 0u ആണ്. ഇനി കോഷി-റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ നോക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് എന്താ വരിക, ഡോ ബൈ ഡോ എക്സ് ഓഫ് ux വരും, എന്താ 1 ആ വരിക, ഇതാ 1 കിട്ടി. ഇനി ഡോ വി ബൈ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആകണം, ഡോ വി ബൈ ഡോ വൈയോട് ഈക്വൽ ആകുന്നത്. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് വി എന്ന് പറയുന്ന 0 ആണ്, സോ അത് 0 ആയി വരത്തുള്ളൂ, അത് 0 കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണോ, അല്ല. അതായത് ഡോ യു ബൈ ഡോ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഇവിടെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്, അത് അനലിറ്റിക് അല്ല എന്നുള്ളത്. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യണമെന്ന് പോലും ഇല്ല, എന്നാലും ജസ്റ്റ് ചെയ്തോ. എന്താ, ഡോ യു ബൈ ഡോ വൈ എന്ത് വരും, ഡോ ബൈ ഡോ വൈ ഓഫ് യു എന്ന് പറയുന്നത് എക്സ് ആ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ്, ഡെറിവേറ്റീവ് 0 വരും, ഇവിടെ 0 വന്നു. ദെൻ ഡോ വി ബൈ ഡോ എക്സ് എന്ത് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 എന്ത് വരും, 0 തന്നെ വരും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് ഡോ വി ബൈ ഡോ എക്സ്, അതായത് 0 ഈസ് ഈക്വൽ ടു എന്താണ്, ഇത് -0 എന്ന്. ഇത് ഏകദേശം സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് പാളിപ്പോയല്ലോ, ഡോ യു ബൈ ഡോ എക്സ് നോട്ട് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, അനലിറ്റിക് അല്ല. അനലിറ്റിക് അല്ലെങ്കിൽ അതെന്തും അല്ല, ഡിഫറൻഷ്യബിളും അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഷി റൈമാൻ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഫങ്ഷൻ അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. താങ്ക് യു.